അദ്ധ്യായം 70 അൽ മആരിജ്. മക്കയിൽ അവതരിച്ചത്. മൂന്നാം സൂക്തത്തിൽ മആരിജിനെ അഥവാ കയറിപ്പോകുന്ന വഴികളെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുള്ളതാണ് ഈ പേരിന് നിദാനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഅല സായിലുൻ ബിഅദാബിൻ വാഖിഅ. സംഭവിക്കാനിരിക്കുന്ന ഒരു ശിക്ഷയെ ഒരു ചോദ്യകർത്താവ് അതാ ആവശ്യപ്പെട്ടിരിക്കുന്നു. ലിൽ കാഫിരീന ലൈസ ലഹു ദാഫിഅ. സത്യനിഷേധികൾക്ക് അത് തടുക്കുവാൻ ആരുമില്ല. മിനല്ലാഹി ദിൽ മആരിജ്. കയറിപ്പോകുന്ന വഴികളുടെ അധിപനായ അല്ലാഹുവിങ്കിൽ നിന്ന് വരുന്ന ശിക്ഷയെ. തഅറുജുൽ മലായികതു വർ-റൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സനഹ. 50,000 കൊല്ലത്തെ അളവുള്ളതായ ഒരു ദിവസത്തിൽ മലക്കുകളും ആത്മാവും അവങ്കിലേക്ക് കയറിപ്പോകുന്നു. ഫസ്ബിർ സബ്റൻ ജമീലാ. എന്നാൽ നബിയെ, നീ ഭംഗിയായ ക്ഷമ കൈകൊള്ളുക. ഇന്നഹും യറൗനഹു ബഈദാ. തീർച്ചയായും അവർ അതിനെ വിദൂരമായി കാണുന്നു. വനറാഹു ഖരീബാ. നാം അതിനെ അടുത്തതായും കാണുന്നു. യൗമ തകൂനുസ് സമാഉ കൽമുഹ്ൽ. ആകാശം ഉരുകിയ ലോഹം പോലെ ആകുന്ന ദിവസം. വതകൂനുൽ ജിബാലു കൽഇഹ്ൻ. പർവ്വതങ്ങൾ കടഞ്ഞ രോമം പോലെയാവുകയും. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. ഒരു ഉറ്റ ബന്ധുവും മറ്റൊരു ഉറ്റ ബന്ധുവിനോട് അന്ന് യാതൊന്നും ചോദിക്കുകയില്ല. യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി. അവർക്ക് അന്യോന്യം കാണിക്കപ്പെടും. തന്റെ മക്കളെ പ്രായശ്ചിത്തമായി നൽകിക്കൊണ്ട് ആ ദിവസത്തെ ശിക്ഷയിൽ നിന്ന് മോചനം നേടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് കുറ്റവാളി ആഗ്രഹിക്കും. വസാഹിബതിഹി വഅഖീഹി. തന്റെ ഭാര്യയെയും സഹോദരനെയും. വഫസീലതിഹി അല്ലതി തുവീഹി. തനിക്ക് അഭയം നൽകിയിരുന്ന തന്റെ ബന്ധുക്കളെയും. വമൻ ഫിൽ അർദി ജമീഅൻ സുമ്മ യുൻജീഹി. ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും. എന്നിട്ട് അതവനെ രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന്. കല്ലാ ഇന്നഹാ ലദാ. സംശയം വേണ്ട, തീർച്ചയായും അത് ആളിക്കത്തുന്ന നരകമാകുന്നു. നസ്സാഅതൻ ലിശ്ശവാ. തലയുടെ തൊലിയുരിച്ചുകളയുന്ന നരകാഗ്നി. തദ്ഉ മൻ അദ്ബറ വതവല്ലാ. പിന്നോക്കം മാറുകയും തിരിഞ്ഞുകളയുകയും ചെയ്തവരെ അത് ക്ഷണിക്കും. വജമഅ ഫഅവ്ആ. ശേഖരിച്ച് സൂക്ഷിച്ചുവെച്ചവരെയും. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂആ. തീർച്ചയായും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങേയറ്റം അക്ഷമനായിക്കൊണ്ടാണ്. ഇദാ മസ്സഹു അശ്ശർറു ജസൂആ. അതായത് തിന്മ ബാധിച്ചാൽ പൊറുതികേട് കാണിക്കുന്നവനായിക്കൊണ്ടും. വഇദാ മസ്സഹുൽ ഖൈറു മനൂആ. നന്മ കൈവന്നാൽ തടഞ്ഞുവെക്കുന്നവനായിക്കൊണ്ടും. ഇല്ലൽ മുസല്ലീൻ. നമസ്കരിക്കുന്നവരൊഴികെ. അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ. അതായത് തങ്ങളുടെ നമസ്കാരത്തിൽ സ്ഥിരമായി നിഷ്ഠയുള്ളവർ. വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖും മഅ്ലൂം. തങ്ങളുടെ സ്വത്തുക്കളിൽ നിർണിതമായ അവകാശം നൽകുന്നവരും. ലിസ്സായിലി വൽ മഹ്റൂം. ചോദിച്ചു വരുന്നവനും ഉപജീവനം തടയപ്പെട്ടവനും. വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ. പ്രതിഫല ദിനത്തിൽ വിശ്വസിക്കുന്നവരും. വല്ലദീന ഹും മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ. തങ്ങളുടെ രക്ഷിതാവിന്റെ ശിക്ഷയെപ്പറ്റി ഭയമുള്ളവരുമൊഴികെ.
إن عذاب ربهم غير مأمون തീർച്ചയായും അവരുടെ രക്ഷിതാവിന്റെ ശിക്ഷ വരികയില്ലെന്ന് സമാധാനപ്പെടാൻ പറ്റാത്തതാകുന്നു. والذين هم لفروجهم حافظون തങ്ങളുടെ ഗുഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുന്നവരും ഒഴികെ إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين തങ്ങളുടെ ഭാര്യമാരുടെയോ വലം കൈകൾ ഉടമപ്പെടുത്തിയവരുടെയോ കാര്യത്തിലൊഴികെ തീർച്ചയായും അവർ ആക്ഷേപമുക്തരാകുന്നു. فمن ابتغى وراء ذلك فأولئك هم العادون എന്നാൽ അതിലപ്പുറം ആരെങ്കിലും ആഗ്രഹിക്കുന്ന പക്ഷം അത്തരക്കാർ തന്നെയാകുന്നു അതിരുകവിയുന്നവർ. والذين هم لأماناتهم وعهدهم راعون തങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളും തങ്ങളുടെ ഉടമ്പടികളും പാലിച്ചു പോരുന്നവരും. والذين هم بشهاداتهم قائمون തങ്ങളുടെ സാക്ഷ്യങ്ങൾ മുറപ്രകാരം നിർവഹിക്കുന്നവരും. والذين هم على صلاتهم يحافظون തങ്ങളുടെ നമസ്കാരങ്ങൾ നിഷ്ഠയോടെ നിർവഹിക്കുന്നവരും ഒഴികെ أولئك في جنات مكرمون അത്തരക്കാർ സ്വർഗത്തോപ്പുകളിൽ ആദരിക്കപ്പെടുന്നവരാകുന്നു. فما للذين كفروا قبلك مهطعين عن اليمين وعن الشمال عزين അപ്പോൾ സത്യനിഷേധികൾക്കെന്തുപറ്റി? അവർ നിന്റെ നേരെ കഴുത്തുനീട്ടി വന്നിട്ട് വലത്തോട്ടും ഇടത്തോട്ടും കൂട്ടങ്ങളായി ചിതറിപ്പോകുന്നു. أيطمع كل امرئ منهم أن يدخل جنة نعيم സുഖാനുഭൂതിയുടെ സ്വർഗത്തിൽ താൻ പ്രവേശിപ്പിക്കപ്പെടണമെന്ന് അവരിൽ ഓരോ മനുഷ്യനും മോഹിക്കുന്നുണ്ടോ? كلا إنا خلقناهم مما يعلمون അതു വേണ്ട, തീർച്ചയായും അവർക്കറിയാവുന്നതിൽ നിന്നാണ് അവരെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. فلا أقسم برب المشارق والمغارب إنا لقادرون എന്നാൽ ഉദയസ്ഥാനങ്ങളുടെയും അസ്തമയസ്ഥാനങ്ങളുടെയും രക്ഷിതാവിന്റെ പേരിൽ ഞാൻ സത്യം ചെയ്തു പറയുന്നു, തീർച്ചയായും നാം കഴിവുള്ളവനാണെന്ന്. على أن نبدل خيرا منهم وما نحن بمسبوقين അവരെക്കാൾ നല്ലവരെ പകരം കൊണ്ടുവരാൻ നാം തോൽപ്പിക്കപ്പെടുന്നവനല്ല താനും. فذرهم يخوضوا ويلعبوا حتى يلاقوا يومهم الذي يوعدون ആകയാൽ അവർക്ക് താക്കീത് നൽകപ്പെടുന്ന അവരുടെ ആ ദിവസത്തെ അവർ കണ്ടുമുട്ടുന്നതുവരെ അവർ തോന്നിവാസത്തിൽ മുഴുകുകയും കളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാൻ നീ അവരെ വിട്ടേക്കുക. يوم يخرجون من الأجداث سراعا كأنهم إلى نصب يوفضون അതായത് അവർ ഒരു നാട്ടക്കുറിയുടെ നേരെ ധൃതിപ്പെട്ടു പോകുന്നതുപോലെ ഖബറുകളിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ദിവസം. خاشعة أبصارهم ترهقهم ذلة ذلك اليوم الذي كانوا يوعدون അവരുടെ കണ്ണുകൾ കീഴ്പോട്ട് താണിരിക്കും, അപമാനം അവരെ ആവരണം ചെയ്തിരിക്കും. അതാണ് അവർക്ക് താക്കീത് നൽകപ്പെട്ടിരുന്ന ദിവസം.